ഉസ്താദുമാരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമാണോ? എങ്കിൽ ഞാനൊരു കൊച്ചു കഥ പറയാം. എല്ലാ കഥകൾക്കും ഗുണപാഠവും ഉണ്ടാകും. ഞാൻ പറയുന്ന കഥയുടെ പേരാണ് സത്യസന്ധതയ്ക്കുള്ള അംഗീകാരം. മഹാനായ ഖാദി അബൂബക്കർ ബഗ്ദാദി റളിയല്ലാഹു അൻഹു മക്കയിൽ താമസിക്കുന്ന കാലം അദ്ദേഹത്തിന് കലശലായി വിശപ്പും ദാഹവും അനുഭവപ്പെട്ടു. കയ്യിലാണെങ്കിൽ പൈസ പോലുമില്ല. അങ്ങനെയൊക്കെ വഴിയിൽ നിന്നൊരു പട്ടുകൊണ്ട് നിർമ്മിച്ച പട്ടുസഞ്ചി ലഭിച്ചു. അതിൻ്റെ ഉള്ളിൽ മറ്റൊരു പട്ടുസഞ്ചി, അതിൻ്റെ ഉള്ളിൽ വെട്ടി തിളങ്ങുന്ന മുത്തുമാല. അതെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിച്ച് വെച്ചു. തിരിച്ച് അങ്ങാടിലേക്ക് പോയപ്പോൾ വൃദ്ധനായ മനുഷ്യൻ കയ്യിൽ 500 ദിനാർ പിടിച്ച് വിളിച്ച് പറയുന്നു, ആരെങ്കിലും എൻ്റെ നഷ്ടപ്പെട്ടു പോയ മുത്തുമാല നൽകിയാൽ ഞാൻ ഈ 500 ദിനാർ നൽകാം. അത് കേട്ട ബഗ്ദാദി അവരെ വീട്ടിൽ കൊണ്ടുപോയി മാലയുടെയും സഞ്ചിയുടെയും അടയാളം കൃത്യമായി പറഞ്ഞു. അതിനു പകരമായി അവർ ബഗ്ദാദിക്ക് 500 ദിനാർ നൽകി. അവർ അത് സ്വീകരിച്ചില്ല. വഴിയിൽ നിന്നും കിട്ടിയ വസ്തു ഉടമയ്ക്ക് തിരിച്ചു നൽകൽ നിർബന്ധമാണ്. അവർ കുറേ നിർബന്ധിച്ചെങ്കിലും അവസാനം അവർ വിവാഹത്തിൽ നിർബന്ധിതനായി. അവസാനം അവിടെ നിന്ന് പിരിഞ്ഞു. കുറേ കാലങ്ങൾക്ക് ശേഷം ബഗ്ദാദി കപ്പൽ മാർഗത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു. മക്കയിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. പെട്ടെന്ന് കാറ്റും കോളും വന്ന് കപ്പൽ തകർന്നു. കപ്പലിലുള്ള എല്ലാവരും മരിച്ചു. കപ്പലിലുള്ള മരക്കഷ്ണം പിടിച്ച് നീന്തി മരുകനെ പറ്റി അവിടെയുള്ള പള്ളിയിൽ ചെന്ന് ഖുർആൻ മുഴുകിയിരുന്നു. അത് കേട്ട നാട്ടുകാർ അവർക്കും പഠിപ്പിച്ചു തരാൻ ആവശ്യപ്പെട്ടു. എഴുത്തും വായനയും പഠിപ്പിച്ചു തരാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം ആ ദ്വീപിൽ അധ്യാപനടുത്ത് ജീവിച്ചു. ഒരു ദിവസം കൂട്ടം ആളുകൾ വന്ന് അതിലുള്ള അനാഥ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടു. വിവാഹ ദിവസം മണവാട്ടിയെ കഴുത്തിൽ കണ്ട മുത്തുമാല കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു. വഴിയിൽ നിന്നും അതേ മുത്തുമാല. അവർ അതിലേക്കു തന്നെ നോക്കി നിന്നു. അത് കണ്ട നാട്ടുകാർ അവരോട് ചോദിച്ചു, നിങ്ങളെന്താണ് ആ മുത്തുമാലയിലേക്കു തന്നെ നോക്കുന്നത്? മണവാട്ടിയെ നോക്കുന്നില്ലല്ലോ. അത് കേട്ട ബഗ്ദാദി ആ മാലക്ക് പിന്നിലുള്ള കഥ പറയാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരും തക്ബീർ ചൊല്ലി, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഈ മോളുടെ ഉപ്പക്കാണ് നിങ്ങൾ ഈ മുത്തുമാല തിരിച്ചു നൽകിയത്. ഈ മുത്തുമാല തിരിച്ചു നൽകിയ വ്യക്തിയെ പോലെ ഒരു നല്ലൊരു മുസ്ലിം ഈ ലോകത്തില്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടായിരുന്നു. പടച്ചവനെ, എൻ്റെ മകളെയും അവരെയും നീ ഒരുമിച്ച് കൂട്ടണേ എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കും. അവരെ വിവാഹം കഴിഞ്ഞ് നല്ല നിലയിൽ ജീവിച്ചു. കൂട്ടുകാരെ, അവർക്ക് 2 കുട്ടികളും പിറന്നു. കൂട്ടുകാരെ, ഈ കഥയുടെ ഗുണപാഠം എന്താണെന്ന് അറിയാമോ? സത്യസന്ധതയുടെ വിജയിക്കും. അസ്സലാമു അലൈക്കും.